നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അതാ സാറേ, ഞാനിവിടെ നിർത്തിയെന്ന് തള്ള. വയസ്സാം കാലത്ത് പോലീസിന്റെ അടികൊള്ളുണ്ടെങ്കിൽ നിക്കവിടെ. ഇവിടെ ഉണ്ടായിരുന്ന പൂജ എവിടെ? അവളെവിടെ പോയി തള്ളേ? അവളിവിടെ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്നെയും കൊണ്ട് ഒരു സ്റ്റേഷനിലേക്ക് പോവോ? അവളെ ഒറ്റയ്ക്കാക്കി പോകരുത് നിങ്ങളോട് പറഞ്ഞല്ലേ? രണ്ടെണ്ണം കൂടെ നാടകങ്ങൾ നിർത്തിട്ടെ അവൾ എവിടെ ഉണ്ടെന്ന് പറ. അയ്യോ സാറേ, ആ പെണ്ണ് നല്ല ഉറക്കമായിരുന്നു. ഉണരുന്നതിന് മുമ്പ് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി മുറുക്കാൻ വാങ്ങാൻ പോയതാ. അപ്പോഴേക്കും അവള് പോയോ? തള്ളയുടെ ഒരു മുറുക്കാൻ. വണ്ടി കയറണ. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്താലേ ശരിയാവത്തോളാ. അയ്യോ സാറേ, ഇവരൊരു പാവാ സാറേ, ഇവരെ കൊണ്ടുപോവല്ലേ. അവനെ ഒറ്റയ്ക്കൊന്നുമല്ല, നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അയ്യോ തരികിടകളാണെങ്കിലും ഇക്കാര്യത്തിൽ ഇവര് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഒരവസരം കിട്ടിയപ്പോ പൂജ ഇറങ്ങി ഓടിക്കാണും. എടോ കിരൺ, ഇനി നമ്മൾ എന്താ ചെയ്യാ? എവിടെയായാലും നമ്മൾ കണ്ടെത്തിയിരിക്കും. അയ്യടാ, നിന്നെ ഇവിടെ കെട്ടിട്ടോ അവന്മാര്? അത് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. ആദ്യം നമുക്ക് ആ കെട്ടൊന്ന് അഴിക്കാം, എന്നിട്ട് പരസ്പരം ഒന്ന് കാണാം. എന്തേടി, ഞെട്ടിപ്പോയോ? നേരിട്ട് കണ്ടില്ലെങ്കിലും നിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാനേ ഒരുപാട് പഠിച്ചതാ. വലിയ തെറ്റില്ലാതെ നീയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കണ്ടേ? നീ ശരിക്കും ആരാ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നെ? നീ എന്തിനാ ഞാനായിട്ട് അഭിനയിക്കുന്നെ? അങ്ങനെ എല്ലാ ചോദ്യങ്ങളും ഒറ്റയടിക്ക് ചോദിക്കല്ലേ മോളെ, ഓരോന്നോരോന്നായിട്ട് ചോദിക്കും. ആദ്യം ഞാൻ ആരാ, അതല്ലേ അറിയേണ്ടത്. ഞാൻ റാണി,
ശരിക്കുള്ള അച്ഛനും അമ്മയും ആരാണെന്ന് കുട്ടിക്കാലത്ത് എനിക്കറിയില്ലായിരുന്നു. 10 വയസ്സുവരെ ഒരു വൃത്തികെട്ടവന്റെ കൂടെയും അതിനുശേഷം ഗതികെട്ട ഒരു സ്ത്രീയുടെയും കൂടെയാ ഞാൻ വളർന്നത്. ആ ഗതികെട്ട സ്ത്രീയെ നിനക്കവിടെ കാവലായിട്ട് ഞാൻ ഏർപ്പാടാക്കിയത്. ആ പാവ സ്ത്രീയുടെ സുഖമില്ലാത്ത മകളുടെ മകളായി അവരെന്നെ വളർത്തി. ജീവിതത്തിൽ ഞാൻ നിന്നെയോ നിന്റെ വീട്ടുകാരെയോ കണ്ടുമുട്ടില്ലായിരുന്നു. പക്ഷെ വിധി അത് അവിടെ എന്നെ കൊണ്ട് എത്തിച്ചു. എന്നെ ശരിക്കും തേടി വന്നത് ഒരു കൊട്ടേഷനായിരുന്നു. നീയുമായിട്ടുള്ള സാമ്യം കാരണം മരിച്ചുപോയ നീയായിട്ട് ഞാൻ കുറച്ചു കാലം അഭിനയിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. അതാണ് കൊട്ടേഷൻ. മരിച്ചു പോയെന്നോ? ഞാനോ? ആ, നിന്നെയും നിന്റെ കെട്ടിയോനെയും കൊല്ലാൻ പ്ലാൻ ചെയ്ത ആള് കരുതിയത് ആ അപകടത്തിൽ നിന്ന് നിന്റെ ഭർത്താവ് രക്ഷപ്പെടുകയും നീ തട്ടിപ്പോവുകയും ചെയ്തു എന്നാ. പിന്നീട് നിന്റെ വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ ഈ ഭൂമിയിൽ പിറക്കാൻ കാരണക്കാരനായ ആൾക്ക് ആ വീടുമായിട്ട് ബന്ധമുണ്ടെന്ന്. അയാള് ആ വീട്ടിലെ മരുമകളുടെ അച്ഛനാണെന്ന്. അതേടി, നിന്റെയും എന്റെയും ഞരമ്പിലൂടെ ഓടുന്നത് ഒരേ ചോരയാണ്. നിന്റെ അച്ഛൻ നന്ദഗോപൻ പ്രേമിച്ച് പിഴപ്പിച്ച് സ്ത്രീയിലുണ്ടായതാ ഞാൻ. ആ സ്ത്രീയുടെ വീട്ടിലാ ഞാനായി നീ കുറെ കാലം കഴിഞ്ഞത്. നിന്നെ തേടി പിടിക്കാനും കണ്ടുപിടിക്കാനും ഒന്നും എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കമ്മീഷണർ ഏൽപ്പിച്ച പണികൾ തീർത്ത് വേഗം മടങ്ങണമെന്നായിരുന്നു ഞാനും കരുതിയത്. പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴാ കമ്മീഷണറുടെ പ്രതികാരത്തിന്റെ കാരണം പിടികിട്ടിയത്. പക്ഷേ നിന്നോട് അമ്മ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോ ഒരിക്കലെങ്കിലും അത് അനുഭവിക്കാൻ കഴിയാത്തതിൽ നിന്നോട് എനിക്ക് ഭയങ്കര പക തോന്നി. എല്ലാം തീർത്ത് ഞാൻ മടങ്ങിയനെ. അതിനു മുമ്പ് എല്ലാവർക്കും ഞാൻ ആരാണെന്നുള്ള സത്യം അറിയണം. എന്നെ പിന്തുടർന്ന് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്റെ ആ പൊട്ടം ഭർത്താവ് നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാ അയാൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് അയാൾ നിന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ഇങ്ങോട്ട് മാറ്റി. എനിക്ക് ഇന്നേ വരെ കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് കിട്ടി. അതെ, ഇനി മുതൽ അതെല്ലാം എന്റേതാ. അതിനുവേണ്ടി കുറച്ചു കാലം കൂടി എനിക്ക് നിന്നെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെക്കണം. നിന്റെ പേരിൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ ആവുന്നത് വരെ നീ ഈ ഭൂമിയിൽ വേണം. അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ ഒരാളെ ഈ ഭൂമിയിൽ ഉണ്ടാവും. അത് ഞാൻ എന്ന പൂജയായിരിക്കും. അതെ, യഥാർത്ഥത്തിലുള്ള പൂജ എന്നേക്കുമായി ഇല്ലാതാവും. ഈ റാണി പൂജയായിട്ട് മാറും.